ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ഒരു ചെറിയ ചിന്താ വിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 6-ാം അധ്യായം. അതായത് കഴിഞ്ഞ ദിവസം ഈ വചനം ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിൻ്റെ എട്ടാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ആമേൻ, സ്തോത്രം. ഈ 6-ാം സങ്കീർത്തനം നമുക്കറിയാം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ തുടക്കം മുതൽ നമുക്കറിയാം എന്താണ് അതിൻ്റെ 6-ാമത്തെ വചനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിന്ന് വളരെ ഞരക്കം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു യഹോവ ഭക്തനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാത്രി മുഴുവൻ തൻ്റെ കിടക്കെ നനയ്ക്കുന്ന, കണ്ണുനീര് കൊണ്ട് ആമേൻ സ്തോത്രം നനയ്ക്കുന്ന ഒരു ദൈവ പൈതലിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ 7-ാമത്തെ തുടക്കം മുതലേ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ ആമേൻ സ്തോത്ര കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആമേൻ സ്തോത്ര ഒരു ദൈവ പൈതലിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല. അതിൻ്റെ 7-ാമത്തെ വചനമുണ്ട്, ദുഃഖം കൊണ്ട് കണ്ണ് കുഴിഞ്ഞിരിക്കുന്ന ഒരു യഹോവ ഭക്തനെ. ഹല്ലേലൂയ. സകല വൈരികൾ ഹേതുമായി ക്ഷീണിച്ചു പോയിരിക്കുന്ന, ഹല്ലേലൂയ, ജീവിക്കാൻ പോലും തോന്നാൻ കഴിയാതവണ്ണം ആയിരിക്കുന്ന, ആമേൻ സ്തോത്രം ജീവിക്കാൻ പോലും മനസ്സില്ലാതവണ്ണം ആക്കി തീർത്ത ആമേൻ സ്തോത്ര ദൈവ പൈതലിനെ നമുക്കവിടേക്ക് വളരെ കഷ്ടതയിലൂടെ പോകുന്നൊരു ദൈവ പൈതലിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലേ. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് നമുക്ക് 8-ാമത്തെ വചനത്തിൽ, പക്ഷേ ആ ദൈവ പൈതൽ എന്ത് ചെയ്തു? യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട്. ആ ദാവീദ് യഹോവയിൽ ആശ്രയിച്ചപ്പോൾ അവൻ എന്താണ് പറയുന്നത്? യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കേട്ടു എന്നല്ല, കേട്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണാം. അല്ലെങ്കിൽ കേൾക്കുമെന്നല്ല, അവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ട് ക്ലിയറായിട്ട്. കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, അപേക്ഷ കേട്ടിരിക്കുന്നു, പ്രാർത്ഥന കൈക്കൊള്ളും. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക കണ്ണുനീരിലൂടെ കടന്നുപോയ അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്കറിയാം അല്ലേ. ഹന്ന എടുത്തു കഴിഞ്ഞാൽ അവിടെ ജീവിതത്തിൽ കരച്ചിലിൻ്റെ അനുഭവം, എല്ലായ്പ്പോഴും കരച്ചിൽ മാത്രം. തന്നെ ആമേൻ സ്തോത്ര തനിക്കൊരു മക്കളില്ല, അല്ലെങ്കിൽ തനിക്കൊരു തലമുറയില്ല എന്നോർത്ത് വേദനപ്പെടുന്ന ആമേൻ സ്തോത്ര ഹന്നയെ നമുക്ക് കാണാൻ കഴിയുക. ഹാഗാറിൻ്റെ കരച്ചിലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സാറായുടെ കരച്ചിലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയല്ലേ. ആമേൻ സ്തോത്രം. അപ്പം അനവധി കരച്ചിലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ അനേക വ്യക്തി ജീവിതങ്ങളെ നമ്മൾക്ക് വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവമക്കളെ, ഇന്ന് പൽക്കാലം അതേ സാഹചര്യത്തിലൂടെ ആയിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷെ പൊക്കോണ്ടിരിക്കുന്നത്. ആമേൻ സ്തോത്ര. കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരു പക്ഷെ നിൻ്റെ കൂടെ ആരും ഉണ്ടായിരിക്കുകയില്ല. ആമേൻ സ്തോത്രം. മറ്റാരും കാണാതെ വണ്ണ ചിലപ്പോൾ ആമേൻ സ്തോത്ര ഹല്ലേലൂയ ബാത്റൂമിൽ ഇരുന്ന് കരയുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. ആമേൻ സ്തോത്ര. ആരും അറിയാതിരിക്കുവാൻ മനസ്സ് വിങ്ങിപ്പൊട്ടി ആമേൻ സ്തോത്ര കിടക്കയിൽ കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരു പക്ഷെ ആരും ഉണ്ടായിരിക്കുകയില്ല. ഒരു പക്ഷെ നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ടും അത് കണ്ടും കാണാതെയും പോകുന്ന അനേകരായിരിക്കാം നിനക്ക് ചുറ്റുമുള്ളത്. എങ്കിൽ ദൈവവചനം ഇവിടെ പറയുന്നത് എന്താണ്? നിന്റെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീ ഏതൊക്കെ കഷ്ടതയുടെ നടുവിലൂടെ സഞ്ചരിച്ചാലും, എത്ര കണ്ണുനീര് നീ ഒഴുക്കുന്നവരായാലും ആമേൻ സ്തോത്ര ആ കണ്ണുനീര് ഓരോ തുള്ളിക്കും വില തരുന്ന ആ ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവത്തെയാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ അവഗണിച്ച് നടക്കുന്നത്. ഹല്ലേലൂയ. കാരണം ദൈവം എത്ര കരഞ്ഞിട്ടും ദൈവം എൻ്റെ മറുപടിക്ക് ആമേൻ സ്തോത്രം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്നോർത്ത് പലപ്പോഴും നാം ദൈവത്തെ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്ന ഒരവസ്ഥ. പക്ഷെ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിൻ്റെ ഓരോ കണ്ണുനീരിന് ആമേൻ സ്തോത്രം പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ വേദനകൾക്ക്, നിൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതാണ് അവിടെ ദാവീദ് പറയാണ്, എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഹല്ലേലൂയ. അതേപോലെ തന്നെ എൻ്റെ അപേക്ഷ, ഒരു പക്ഷെ നിൻ്റെ പല അപേക്ഷ
അപേക്ഷകളും നിൻ്റെ ജീവിതത്തിലെ പല പ്രാർത്ഥനാ വിഷയങ്ങൾ ആമേ സ്തോത്രം മറ്റാരും നിന്നെ ഗവനിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റാരും നിനക്ക് വേണ്ടതൊന്നും തന്നില്ലെങ്കിൽ നിൻ്റെ അപേക്ഷകൾ കേൾക്കുന്നില്ലെങ്കിൽ യജമാനനായ സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഹല്ലേലൂയ നിൻ്റെ കണ്ണുകളെ അടച്ച് നിൻ്റെ അപേക്ഷ വെക്കുമ്പോൾ കർത്താവായ യഹോവ എന്ത് ചെയ്യും? നിൻ്റെ അപേക്ഷ കേൾക്കുന്ന ദൈവമാണ്. ആമേൻ സ്തോത്ര. നിൻ്റെ കരച്ചിലിനെ കാണുന്ന ഒരു കർത്താവ്, നിൻ്റെ അപേക്ഷയെ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീ എന്ത് ചെയ്യുന്നത്? വിളിച്ചപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് തോന്നും കർത്താവ് എന്താ മിണ്ടാതിരിക്കുന്നത്, കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കാണാതെ വരും. ഹല്ലേലൂയ. ഒരു ഇതും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ യഹോവ എന്ത് ചെയ്യും? വലിയത് തന്നെ ചെയ്യും ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്ര. ഹല്ലേലൂയ. അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. അതേ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ കണ്ണുനീര്, ഹല്ലേലൂയ, നമ്മുടെ സ്തോത്രവും, നമ്മൾ അർപ്പിക്കുന്ന ഓരോ യാഗങ്ങൾ സകലതും നമ്മൾ അർപ്പിക്കുന്ന എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കുന്ന ആമേ സ്തോത്രം, എല്ലാ സ്തോത്രങ്ങൾക്കും സ്തുതികൾക്കും സകലത്തിനും എന്ത് ചെയ്യും? ദൈവം മറുപടി നൽകുവാനിടയായി തീരും. അതുകൊണ്ട് ഞാനും നീയും ആരാധിക്കുന്ന നമ്മുടെ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും എന്ത് ചെയ്തില്ല? മിണ്ടാതിരിക്കുകയില്ല, അവൻ കാണാതിരിക്കുകയില്ല. ആമേ സ്തോത്രം. നമ്മുടെ കണ്ണുനീരിനെ ആമേ സ്തോത്രം തൻ്റെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ടല്ലേ. നമ്മുടെ കണ്ണുനീരിനെ തൻ്റെ തുരുത്തിയിലാക്കി വെച്ച് അതിന് 7 ഇരട്ടി നമുക്ക് മറുപടി നൽകുന്ന ഒരു സ്വർഗമുണ്ട്. അതിന് 7 ഇരട്ടി നമ്മളെ സന്തോഷം കൊണ്ട് മൂടുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം ദൈവമക്കളെ. ചില പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? തളർന്നു പോകരുത്. ഹല്ലേലൂയ. പറയുവാൻ എളുപ്പമാണല്ലേ, പക്ഷെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കറിയുകയുള്ളൂ അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന്. എങ്കിലും കർത്താവിൽ ആശ്രയിക്കുക. ആമേ സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അത്ഭുതം പ്രവർത്തിക്കുക. നമ്മുടെ കണ്ണുനീരിന് ദൈവം എന്ത് ചെയ്യും? മറുപടി നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ അപേക്ഷ കർത്താവ് കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നീ ഇന്നുവരെയും പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളില്ല, ഇനി വിശ്വാസത്തിൻ്റെ അതരങ്ങൾ തുറന്നുകൊണ്ട് നീ പറ, എൻ്റെ അപേക്ഷ കർത്താവ് കേട്ടിരിക്കുന്നു. മനുഷ്യർ കാണണ്ട, അപ്പൻ കാണണ്ട, അമ്മ കാണണ്ട, മക്കൾ കാണണ്ട, ആരും കാണണ്ട എൻ്റെ കണ്ണുനീര്, എൻ്റെ അപേക്ഷ ആരും കേൾക്കണ്ട, എൻ്റെ പ്രാർത്ഥന ആരും ആമേ സ്തോത്ര നോക്കുക പോലും വേണ്ട. സ്വർഗസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? മറുപടി നൽകുക തന്നെ ചെയ്യും എന്നൊരു വിശ്വാസം നമുക്ക് ഉളവാകണം ദൈവമക്കളെ. അതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നല്ലേ. ഈ സങ്കീർത്തനക്കാരൻ 1 മുതൽ നമ്മൾ വായിക്കും, അനവധി കഷ്ടങ്ങളിലൂടെയാണ് താൻ സഞ്ചരിച്ചത്. ആമേ സ്തോത്ര. എങ്കിൽ അതിൻ്റെ അവസാനം കണ്ടോ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവൻ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തൻ്റെ എല്ലാ സങ്കടങ്ങൾക്ക്, തൻ്റെ എല്ലാ ആമേ സ്തോത്ര പൊറുതിയില്ലാതെ ദുഷ്ടനാവിൽ ലജ്ജിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ഒരു ദൈവമഹത്വം കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പൽക്കാലം നിൻ്റെ ജീവിതത്തിൽ നീ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ അത് എന്ത് ചെയ്യുക? ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അതിനെ ഭരമേൽപ്പിക്കുക. ആമേ സ്തോത്രം. എന്നിട്ട് വിശ്വാസത്തോടുകൂടെ പറയുക, ദൈവം എൻ്റെ കണ്ണുനീർ, ഈ വിഷയത്തിന് മുമ്പിൽ ദൈവം എൻ്റെ കണ്ണുനീർ എന്ത് ചെയ്തിരിക്കുന്നു? കേട്ടിരിക്കുന്നു. എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം എന്ത് ചെയ്തിരിക്കുന്നു? കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കുക മാത്രമല്ല, അതിന് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമുക്ക് കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ ഈ ഒരു വിഷയത്തിന് മേലെ എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ വിശ്വാസത്തോടുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നിശ്ചയമായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കാണുവാൻ ഒന്നുമില്ലായിരിക്കും, കാഴ്ചയിൽ ഇപ്പോൾ ഒന്നും കാണുവാനില്ലായിരിക്കാം, എങ്കിൽ ആമേ സ്തോത്ര ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്കറിയാം. യഹോവയുടെ വഴി എന്താണ്? ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്നുള്ള ദൈവവചനപ്രകാരം എന്ന് ബൽക്കാല ആ ദൈവവചനത്തെ നമുക്ക്, അല്ലെങ്കിൽ ദൈവകരങ്ങളെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ദൈവമക്കളെ. മനുഷ്യരുടെ കരമല്ല, ക്രിസ്തുവിൻ്റെ കരത്തെ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആശ്രയിക്കാം. ആമേ സ്തോത്രം. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാകിയ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടുകൂടെ നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ കരച്ചിലുകളെ, നമ്മുടെ കണ്ണുനീരുകളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.